അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 83, 84 ആയത്തുകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 83, 84 ആയത്തുകൾ വിശദീകരിച്ചു. പക്ഷേ അതിൽ ആ ആയത്തുകളിൽ 10 കരാറുകളാണ് അള്ളാഹു പറയുന്നത്. സർവ്വജനങ്ങളോടുമായി 10 കരാറുകളിൽ 5 കരാറുകളാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളിൽ പറഞ്ഞു. ഇനി 5 കരാറുകൾ ബാക്കിയുണ്ട് പറയാൻ. അതിൽ ഇന്ന് ഒരു കരാർ, 6ാമത്തെ കരാറും കൂടി മാത്രമേ ഇന്ന് പറയുന്നു. കാരണം 7ാമത്തെ കരാറ് അതിൻ്റെ വിശദീകരണം ഇനിയും ഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നാളത്തെ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തുന്നതാണ്. ഇന്ന് 6ാമത്തെ കരാറും ദുആയും മാത്രമാണ്. എല്ലാവരും വരിക്കാറാകണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം. അതുപോലെ എല്ലാവർക്കും വേണ്ടിയും ഷെയർ ചെയ്യണം. എല്ലാവരും വീണ്ടും വീണ്ടും ഇത് പഠിക്കണം, പരിശുദ്ധമായ ഖുർആൻ. അപ്പോൾ 6ാമത്തെ കരാർ എന്താണ് അള്ളാഹു പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 83, 84 ഈ 2 ആയത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസവും ഇന്നും ഇൻഷാ അല്ലാഹ് നാളെയും ഒക്കെ വിശദീകരിക്കും. അപ്പോൾ 10 കരാറുകളിൽ 6ാമത്തെ കരാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖൂലൂ ലിന്നാസി ഹുസ്നാ. അല്ലാഹു പറയുകയാണ്, ജനങ്ങളോട് നല്ല വാക്ക് പറയണം. അല്ലാഹുവിൻ്റെ 6ാമത്തെ കരാറാണ്. ജനങ്ങളോട് നല്ല വാക്ക് പറയണം. മുസ്ലിമിനോട് നല്ല വാക്ക് പറയണം എന്നല്ല, ക്രിസ്ത്യാനികളോട് നല്ല വാക്ക് പറയണമെന്നല്ല, ജൂതരോട് നല്ല വാക്ക് പറയണമെന്നല്ല. പിന്നെയോ ജനങ്ങളോട് നിങ്ങൾ നല്ല വാക്ക് പറയണം. അള്ളാഹുവിൻ്റെ 6ാമത്തെ കരാറ്. ആ വിശദീകരണം നോക്കാം. അല്ലാഹു പറയുന്നു, നിന്നോടെ സംസാരം അത് നല്ല വാക്കായി മാത്രം പറയേണേ. ജനങ്ങളും പലവീതം തന്നാണ് ഓർക്കേണം. ആരായിരുന്നാലും സൽവാക്ക് പറയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, സർവ്വജനങ്ങളോടും നിങ്ങൾ നല്ല വാക്കേ സംസാരിക്കാവൂ. ആരോടും നിങ്ങൾ കയർത്ത് സംസാരിക്കരുത്. ചിലപ്പോൾ അവർ ഭരണകർത്താക്കളാകാം, ചിലപ്പോൾ അവർ മതപുരോഹിതന്മാരാകാം, ചിലപ്പോൾ അവർ രാഷ്ട്രീയക്കാരാകാം, ചിലപ്പോൾ അവർ സംഘടനക്കാരാകാം. ആരുമായി കൊള്ളട്ടെ, അവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, അതല്ലെങ്കിൽ സാധാരണക്കാരനായിക്കൊള്ളട്ടെ, ആരോടാണോ നിങ്ങൾ സംസാരിക്കുന്നത് അവരോട് സംസാരിക്കുമ്പോൾ നല്ല വാക്ക് സംസാരിക്കണം കേട്ടോ. നല്ല വാക്ക് ആരോടും സംസാരിക്കാം. മോശം അനുഭവം ആരേലും ഭാഗത്ത് ഉണ്ടായാൽ തന്നെയും പറയണം സൽവാക്ക്. ഇനി ആരെങ്കിലും നമ്മോട് മോശമായി പെരുമാറിയെന്നിരിക്കട്ടെ, അവരോട് പോലും നമ്മൾ എന്ത് പറയണം? സൽവാക്ക് പറയണം, നല്ല വാക്ക് പറയണം. അത് അല്ലാഹുവിൻ്റെ കരാറാണ്. നമ്മളെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ അതിന് പരിഹാരം തിരിച്ചങ്ങോട്ട് ചീത്ത വിളിക്കലല്ല, പിന്നെയോ നല്ല വാക്ക് സംസാരിക്കുക. റബ്ബിൻ്റെ കരാർ മാത്രം നമ്മൾ അനുസരിക്കുക.
ആരാണോ മോശവും നല്ലതും ചെയ്തത് അറിയുന്നോനല്ലാഹു തന്നാണ് ഓർക്കേണം. നമ്മൾ ആരെയും മോശമായി പറയരുത്. ആരാണ് നല്ലത് ചെയ്തത്, ആരാണ് ചീത്ത ചെയ്തത്, ആരാണ് സൽക്കർമ്മം ചെയ്തത്, ആരാണ് സൽക്കർമ്മമല്ലാത്ത കർമ്മം ചെയ്തത്, ഇതൊക്കെയും നോക്കിക്കാണുന്നവൻ അല്ലാഹുവാണ്. അതിൻ്റെ പരിപൂർണ കാര്യങ്ങളും അല്ലാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സംസാരം എന്തായിരിക്കണം? അത് നല്ല വാക്ക് തന്നെയായിരിക്കണം. നല്ലതും ചീത്തയും ഏതാണോ ചെയ്തത് അതിനുള്ള പ്രതിഫലം അല്ലാഹ് കൊടുക്കുമേ. ഇനി ഒരാൾ ചീത്ത പ്രവൃത്തി ചെയ്യുകയാണ്, അവനോട് നല്ല വാക്ക് പറഞ്ഞ് ഉപദേശിക്കാൻ പറ്റുമെങ്കിൽ ഉപദേശിക്കുക. അല്ലാതെ അവനെ ആക്ഷേപിക്കുകയോ അവനെ അധിക്ഷേപിക്കുകയോ അവനെ ചീത്ത പറയുകയോ ചെയ്യാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിൽ 6-ാമത്തെ കരാറായി അല്ലാഹു ലോക ജനതയോട്, മുസൽമാന്മാരോട് മാത്രമല്ല ലോക ജനതയോട് മൊത്തം പറയുകയാണ്. അവരെ കുറിച്ചുള്ള വിധികൾ നീ എഴുതണ്ട, കണക്കുകൾ തീർക്കുന്നോൻ അല്ലാഹു തന്നാണ്. നമ്മൾ ആരെ കുറിച്ചും വിധി എഴുതാൻ നമ്മളാരാണ്? നമ്മളാരാ ആ നാട്ടുകാരെ പറ്റി വിധി എഴുതാൻ കൊള്ളൂല, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അത് പാടില്ല. നല്ല സംസാരമായിരിക്കും. ശരിക്കും ഉദാഹരണത്തിന് നമ്മളെ AP ഉസ്താദ്, ഞാൻ ഒരു സംഘടനയിലും പെട്ട ആളല്ല, ഒരു രാഷ്ട്രീയക്കാരനുമല്ല, ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളല്ല. അള്ളാഹുവിലും അവൻ്റെ റസൂലിലും മാത്രം അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചു പോകരുത് ഞാൻ ആ പാർട്ടിക്കാരനാണ്, അല്ലെങ്കിൽ ആ ഉസ്താദിൻ്റെ ആളാണ്, അല്ലെങ്കിൽ ഈ ഉസ്താദിൻ്റെ ആളാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അവരെ കുറിച്ചുള്ള വിധികൾ നീ എഴുതണ്ട, കണക്കുകൾ തീർക്കുന്നോൻ അല്ലാഹു തന്നാണ്. എത്രയോ പേര് നമ്മളെ AP ഉസ്താദിനെ ചീത്ത വിളിക്കുന്നു. എന്തെല്ലാം സംസാരങ്ങളാണ് അദ്ദേഹത്തിനെ കുറിച്ച് മോശമായി പറയുന്നത്. അതുപോലെ ഒരു ഹജ്ജിന് പോയ ഒരു സഹോദരൻ ഷിഹാബ്, അവൻ എങ്ങനെയോ ഹജ്ജിന് പോകട്ടെ, നമ്മൾ എന്തിനെ കുറ്റം പറയുന്നു? നമ്മളത് കുറ്റം പറയാൻ നമ്മൾ അർഹരാണോ? അത് ശരിയാണോ അതല്ല തെറ്റാണോ എന്ന് അല്ലാഹുവാണ് നിശ്ചയിക്കുന്നത്. എത്രയോ ആൾക്കാർ യൂട്യൂബിൽ കൂടെ അവന് വേണ്ടി മാത്രം സംസാരിച്ച ആൾക്കാരുണ്ട്. മോശമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ എവിടെ കൊണ്ടുപോയി വയ്ക്കും? അതുപോലെ ഭരണാധികാരി നരേന്ദ്രമോദി ദുഷ്ഭരണമായിരിക്കാം നടത്തും, അല്ലെങ്കിൽ പിണറായി ദുഷ്ഭരണമായിരിക്കാം, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭരണമായിരിക്കാം, അല്ലെങ്കിൽ യോഗി, അങ്ങനെ ആരോ ആയിക്കൊള്ളട്ടെ. രാഷ്ട്രീയക്കാർ അവർ കൊള്ളരുതായ്മകൾ ചെയ്യാം. പക്ഷെ നമ്മൾ പറയേണ്ടത് നല്ല വാക്കായിരിക്കണം. അല്ലാതെ അവരെ പച്ചത്തെറിയും പച്ച ചീത്തയും അവരെ തന്തയ്ക്കും തള്ളയ്ക്കും ഇതുപോലെ എത്ര ആൾക്കാരാണ് വിളിക്കുന്നത്. അതെല്ലാം അള്ളാഹുവിൻ്റെ കരാറിന് എതിരാണ്. ഒരൊറ്റ ജനങ്ങളോടും നിങ്ങൾ മോശമായി സംസാരിച്ചു പോകരുത്. അള്ളാഹു പറയുന്നത്, നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കുകയാണ് എങ്കിൽ അവരോട് നല്ല വാക്ക് മാത്രം പറയുക, അത് എൻ്റെ കരാറാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, നമ്മൾ ആരെയും കുറ്റം പറയരുത്, ആരോടും മോശമായ സംസാരം പാടില്ല, ആരെയും നമ്മൾ ചീത്ത വിളിക്കരുത്, നമ്മൾ നല്ല വാക്ക് പറയണം. അതല്ലെങ്കിൽ മിണ്ടാതെ പോകണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ 6-ാമത്തെ കരാറ് നമ്മൾ പാലിച്ചു എന്ന് വരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മളും ജൂതരുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല.
ജൂതന്മാരും അള്ളാഹു പറഞ്ഞ ഈ കരാറ് അവരും അംഗീകരിച്ചിട്ടില്ല. അവരാരെ കണ്ടാലും തെറിയാണ് പറയുന്നത്, അവരാരെ കണ്ടാലും ചീത്തയാണ് പറയുന്നത്, അവരാരെ കണ്ടാലും പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മുസ്ലിമേ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമായ ഞാനും നിങ്ങളും ജനങ്ങളോട് മോശമായ രീതിയിൽ സംസാരിക്കരുത് കേട്ടോ. നല്ലത് ചെയ്തത് ആരാവർക്കാണേ, ചൊരിയുന്നു നന്മയും അവർക്കായി അല്ലാഹു. ആര് നല്ലത് ചെയ്യുന്നവോ അവർക്ക് നന്മ അല്ലാഹു ചെയ്യും, ആര് തെറ്റ് ചെയ്യുന്നവോ അവർക്ക് അല്ലാഹു ശിക്ഷയും കൊടുക്കും. നമ്മൾ അതിൽ കയറി ഇടപെടേ വേണ്ട, അതിന് നമ്മൾ അർഹരല്ല. അതുകൊണ്ടാണല്ലോ അള്ളാഹു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ജനങ്ങളോട് നല്ല വാക്കേ പറയാവൂ, മോശം പറയാൻ നിങ്ങൾ അർഹരല്ല. കളിയാക്കൽ നന്നല്ല, ശൈത്താൻ്റെ കളിയാണ്, ഒഴിവാക്കൽ തന്നെയാ നല്ലത് എന്നാണ്. നമ്മൾ ചിലപ്പോൾ സ്നേഹിതന്മാർ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും അടുത്ത ബന്ധുക്കളെയൊക്കെ നമ്മൾ കളിയാക്കാം. പക്ഷെ അതുപോലും ശൈത്താൻ്റെ കളിയാണെന്നാണ്. സ്നേഹത്താൽ കൂട്ടുകാർ ഇതുപോലെ ചെയ്യുമേ, അതുപോലും പാടില്ല എന്നാ ശരീഅത്ത്. കളിയാക്കൽ, കൂട്ടുകാർ തമ്മിൽ, ബന്ധുക്കൾ തമ്മിൽ, ഏറ്റവും അടുത്ത ആൾക്കാർ തമ്മിലൊക്കെ കളിയാക്കൽ, അത് ശൈത്താൻ്റെ കളിയാണെന്നാണ് പറയുന്നത്. അതുപോലും ശറഇൽ അനുവദനീയമല്ല. അപ്പം നമ്മൾ എന്തുമാത്രം ഗൗരവമാണ് അള്ളാഹു പറഞ്ഞ ഈ ആറാമത്തെ കരാറ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഞാനുമേ നിങ്ങളും ഒരു കൂട്ടം സദസ്സിൽ ഇരിക്കുന്ന നേരത്ത് ഒരുവനും വന്നാലോ, പരിഹാസം ചൊരിയാതെ തമ്മിലും സ്നേഹത്താൽ അവനെയും കൂട്ടേണം നമ്മളും. പറയണം സൽവാക്ക്, ആരോടും സൽവാക്ക് പറയാൻ പാടിക്കേണം, റബ്ബിൻ കരാറാണ്. നമ്മളിപ്പോൾ ഒരു കല്യാണ വീട്ടിലിരിക്കുക, നമ്മൾ 5-8 പേരുണ്ട്, അല്ലെങ്കിൽ 10-15 പേര്, അല്ലെങ്കിൽ 2-3 പേര്, ഒരാൾ കടന്നു വരിക, നമ്മൾ അവനെ പറ്റി പറയാം, അതാൽ അവൻ വരണം, ഞാൻ പെടന്നു. അത് ശരിയല്ല. ആ വരുന്ന ആൾ നമ്മൾ അടുക്കലേക്കാണ് വരുന്നു എങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ സ്വീകരിച്ച് ആനയിക്കണമെന്നാണ് ശറഅ് പറയുന്നത്. അദ്ദേഹത്തിനോട് നല്ല വാക്ക് പറയണമെന്നാണ്. അല്ല നമ്മൾ അദ്ദേഹത്തിന് കാണുമ്പം കെറുവിച്ച് എഴുന്നേറ്റ് പോയി കളിയാക്കി, അതൊന്നും പാടില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഉണ്ട്. നമ്മൾ വിചാരിക്കും നിസ്കരിക്കാം, നോമ്പ് പിടിക്കാം, ഹജ്ജ് ചെയ്യാം, ഇതൊക്കെ കൊണ്ട് അങ്ങ് സ്വർഗത്തിൽ പോകാം. പക്ഷേ അള്ളാഹുവിൻ്റെ ഈ ആറാമത്തെ കരാറ് പ്രശ്നമാണ്. അത് നമ്മളിങ്ങനെ ദിവസേന മണിക്കൂറുകളനുസരിച്ച് മിനിറ്റുകളനുസരിച്ച് ലംഘിച്ചുകൊണ്ടേയിരിക്കുക. ആരെ കണ്ടാലും കുറ്റം പറയും, ആരോടും എന്തും പറയും, എന്ത് തമാശയും പറയും. അങ്ങാടിയിലൊക്കെ കയറി, കടകളിലൊക്കെ കയറി ഇരുന്ന് എന്തെല്ലാമാണ് ആൾക്കാർ പറയുന്നത്. ഒരിക്കലും പാടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞത്. ബുദ്ധിയും ഉള്ളോർക്ക് പറഞ്ഞുള്ള ഈ കാര്യം മതിയാകും എന്നാണ് കാര്യം പിടികിട്ടും. വീണ്ടുമേ അല്ലാഹു പറയുന്നു കാര്യങ്ങൾ, ഞാനുമേ പറയാമേ താഴോട്ട് തന്നാണേ. വാഖീമുസ്സലാ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണം. അള്ളാഹുവിൻ്റെ 7ാമത്തെ കരാറാണ് വാഖീമുസ്സലാ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണം. ഇതിൻ്റെ ഒരുപാട് വിശദീകരണം ഇനിയും 2-3 ഗ്രന്ഥങ്ങളിൽ കൂടി നോക്കാൻ. അത് നോക്കി വരികൾ എഴുതിയിട്ട് വേണം ഇൻഷാ അല്ലാഹ് നാളെ അത് അവതരിപ്പിക്കാൻ. കാരണം കുറച്ചുകൂടി വിശദീകരണം എനിക്ക് ഇതിൽ ആവശ്യം. അപ്പോൾ അത് ആ കിതാബുകളിൽ, ഗ്രന്ഥങ്ങളിൽ നോക്കി എടുത്തെഴുതിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് വാഖീമുസ്സലാ,
അള്ളാഹുവിൻ്റെ ആറാമത്തെ കരാറായ 7ാമത്തെ കരാറായ നമസ്കാരം മുറപ്രകാരം നിങ്ങൾ നിർവഹിക്കണം എന്ന് മുസൽമാന്മാരോട് പറഞ്ഞ കാര്യം, അതിൻ്റെ വിശദീകരണം കുറച്ച് ഗ്രന്ഥങ്ങളിൽ കൂടി നിന്നും എടുത്തെഴുതിയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ പറയുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്ന് നമുക്ക് ദുആ ചെയ്യാം. പരിശുദ്ധമായ ശഅബാൻ മാസമാണ്. ഇനി കുറച്ച് ദിവസങ്ങളെ നമുക്ക് റമദാനിലേക്കുള്ളൂ. എല്ലാവരും ഒന്ന് നന്നാകണം. എല്ലാവരുടെ സ്വഭാവങ്ങളുമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ജോലികളിൽ കൃത്യനിഷ്ഠ ചെയ്ത് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു കാര്യം, ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹു പരിശുദ്ധമായ ഈ ശഅബാനിൽ നമ്മളുടെ സർവ്വ പാപങ്ങളും പുറത്തുകൊണ്ട് മാത്രമേ നമ്മൾ റമദാനിലേക്ക് കടക്കാവൂ. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൻ്റെ രീതികൾ മാറ്റി അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ സർവപാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനേ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് നൽകണേ അള്ളാഹുവേ, പരിശുദ്ധമായ ശഅബാനിൽ ഞങ്ങൾ നിലകൊള്ളുകയാണ് റഹ്മാനേ. റമദാനിലേക്ക് അടുക്കുമ്പോൾ ഞങ്ങളുടെ സർവ്വപാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. റമദാൻ മാസത്തിലേക്ക് ഞങ്ങളെല്ലാവരും കടക്കുമ്പോൾ പരിശുദ്ധരായ മാസത്തെ വരവേൽക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. വരുന്ന പരിശുദ്ധമായ റമദാനിലെ എല്ലാ നോമ്പുകളും ബാക്കിയുള്ള അമലുകളും ചെയ്ത് അള്ളാഹുവേ നിനക്ക് വേണ്ടി ചെയ്യാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും ഉദവി ചെയ്യണേ റഹ്മാനെ. അതിലെന്തേലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ പിഴവുകൾ സംഭവിച്ചു പോയാൽ ഒക്കെയും നീ ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ അഹലുകാർ, ബന്ധുക്കൾ, മക്കൾ, സഹോദരൻ, അങ്ങനെ എല്ലാ പേർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരോടെല്ലാം നീ കരുണ ചെയ്യണേ അല്ലാ. തിബിൽ കുരൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ഹാർട്ട് അറ്റാക്ക് രോഗികളുണ്ട് റബ്ബേ. അവരെ സഹായിക്കുന്ന അനേകായിരം പേരുണ്ട് റബ്ബേ. അവർക്ക് വേണ്ടി വീടുകളിലും സ്ഥാപനങ്ങളിലും വഞ്ചി വെച്ചുകൊണ്ട് അവരുടെ ഓഹരിയ വഞ്ചിയിൽ ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി തരുന്നവരുണ്ട് റബ്ബേ. മെഡിസിൻ എടുത്ത് തരുന്നവരുണ്ട് റബ്ബേ. അല്ലാതെ സഹായങ്ങൾ ചെയ്യുന്നവരുണ്ട് റബ്ബേ. അവരെയെല്ലാം നീ സഹായിക്കണേ റഹ്മാനേ. അവരെ ആരെയും ഒരിക്കലും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ശഅബാന്റെ പവിത്രമായി സുദിനം റബ്ബേ, ദുആക്ക് ഇജാബത്തുള്ള സമയം, ദുആക്ക് ഇജാബത്തുള്ള മാസം, ദുആക്ക് ഇജാബത്ത് ഉത്തരമുള്ളതായ ദിവസങ്ങൾ അല്ലാ. ഞങ്ങളുടെ ഈ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റബ്ബേ. ആർക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും നീ വരുത്തല്ലേ റബ്ബേ. അപകടങ്ങളും അപകട മരണങ്ങളെ തൊട്ടും നീ ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ ഉപജീവനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, ഉപജീവനം തേടി വിദേശത്ത് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് റബ്ബേ. ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന, വിദേശത്ത് കഴിഞ്ഞ് പട്ടിണിയും പരിവട്ടവുമായി അധ്വാനിക്കുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. അവരെയെല്ലാം നിന്റെ കരങ്ങളാൽ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ കനിവാൽ നീ അവരെയെല്ലാം സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ
റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനീ സ്വഗീറാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും മുമ്പത്തെ വീഡിയോകൾ കേൾക്കണം. ഇൻഷാ അല്ലാഹ് ഇനി നമസ്കാരത്തെ പറ്റിയാണ്, അതിൻ്റെ വിശദീകരണം കൂടെ കണ്ടുപിടിച്ച് നാളെ അവതരിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.